പഠിക്കാം. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ദേശീയോദ്യാനങ്ങൾ. എന്താണ് ദേശീയോദ്യാനങ്ങൾ? എന്തറിയാം ദേശീയോദ്യാനങ്ങളെ കുറിച്ച്? ദേശീയോദ്യാനങ്ങൾ 5 എണ്ണം ഉണ്ട്. മൊത്തം എത്ര എണ്ണം ഉണ്ടെന്നാ? 6 എണ്ണം ഉണ്ട്. പക്ഷെ നമ്മളെ PSC എത്ര എണ്ണേ ഉള്ളൂ? 5 എണ്ണേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ദേശീയോദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഇടുക്കി. നമ്മുടെ ജലവൈദ്യുതപതികൾ പോലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5 എണ്ണമാണ്. PSC ഉത്തരപ്രകാരം നമുക്ക് അത് പഠിക്കാം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. എന്നാൽ നമ്മുടെ വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? 6. പക്ഷെ നമുക്കിപ്പോ വനവകുപ്പിനെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആരെ നോക്കിയാൽ മതി? PSCയെ നോക്കാം. അക്കോർഡിംഗ് ടു PSC എത്ര ദേശീയോദ്യാനങ്ങൾ? 5 ദേശീയോദ്യാനങ്ങൾ. എന്നാൽ വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം 6 ദേശീയോദ്യാനങ്ങളാണുള്ളത്. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 എണ്ണം ഉണ്ട്. എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18. എടാ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇരവികുളം, സൈലന്റ് വാലി, പിന്നെ 3 ചോലകൾ, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല. പിന്നെ ഏതാണ് അപ്പോ PSC ഇല്ലാതിരിക്കുന്നത്? പെരിയാറില്ല. അപ്പൊ ഈ 6 എണ്ണം കൂടി പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. സൈലന്റ് ആയ പാമ്പിന് ഇരയായി ആനയെ മതി. സൈലന്റ് ആയ പാമ്പിന് ഇരയായി ആനയെ മതി. സൈലന്റ് വാലി. സൈലന്റ് ആയ പാമ്പിന് പാമ്പാടും ചോല. ഇരയായി ഇരവികുളം. സൈലന്റ് ആയ പാമ്പിന് ഇരയായി ആനയെ ആനമുടിച്ചോല. മതികെട്ടാൻ ചോല. അപ്പൊ ഇതൊക്കെ പണ്ടേ ഉള്ള കോഡാണെന്ന് തോന്നണേടാ. എനിക്ക് എവിടെ ഒരു ഓർമ്മ വന്നപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സൈലന്റ് ആയ പാമ്പിന് ഇരയായി ആനയെ മതി. അതിനകത്ത് ഏതാണ്? ഇരവികുളം അല്ലോ, പെരിയാറല്ലേ? ഇല്ല, പെരിയാർ നമ്മൾ പറഞ്ഞാ ഇല്ല. സൈലന്റ് ആയ പാമ്പിന് ഇരയായി ആനയെ മതി. ഓക്കെ. അപ്പോൾ പെരിയാർ അതിനകത്തില്ല. അപ്പൊ ഈ ഒരു കോഡ് പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. സൈലന്റ് ആയ പാമ്പിന് ഇരയായി ആനയെ മതി. ഓക്കെ. അപ്പൊ ഇത് 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ള ദേശീയോദ്യാനങ്ങൾ. തുടങ്ങാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇരവികുളം. എന്താണ് ഇരവികുളം? എന്താണ് ഇരവികുളം? നമ്മൾ ആദ്യം പഠിക്കുന്നതുകൊണ്ട് എന്റെ പ്രത്യേകത, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ദേവികുളം താലൂക്ക്. ഏത് പഞ്ചായത്താണ്? മൂന്നാർ പഞ്ചായത്ത്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഈ ഇരവികുളം ദേശീയോദ്യാനം അല്ലെങ്കിൽ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തൃതി എത്രയാണെന്നറിയാമോ? 97 ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 97 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ ഏറ്റവും ആദ്യത്തേത് എന്നാണ് നമ്മൾ പറഞ്ഞത്, വലുത് എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വിസ്തൃതിയാണ് 97 ചതുരശ്ര കിലോമീറ്റർ. എടാ, നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695. 2695. ഇത് എവിടെയാണ്? അതായത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. വരയാടുകളുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു പോയി നശിപ്പിച്ചത്. അപ്പൊ വരയാടുകളുടെ സംരക്ഷണാർത്ഥം ഉള്ള ദേശീയോദ്യാനമാണ് ഏത്? ഇരവികുളം. അപ്പൊ വരയാടുകളുടെ സംരക്ഷണാർത്ഥം നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 97 ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി. പിന്നെ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? വരയാടുകളുടെ സംരക്ഷണാർത്ഥം നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. അപ്പൊ ഇരവികുളം ദേശീയോദ്യാനത്തെ സംരക്ഷിക്കുന്ന മൃഗമാണ് വരയാട്. ഇത് എന്നാണ് ഇതിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്? 1975 മറക്കണ്ട, അതിനെ കളക്ട് ചെയ്തെടുക്കൂ. 1975 ഇരവികുളം വന്യജീവി സങ്കേതമായി, ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. 1975 ഇരവികുളം പാർക്കിനെ ഇതെന്താണ് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനെ ദേശീയോദ്യാനമാക്കിയത് ഒരു 3 വർഷം കഴിഞ്ഞാണ്, 78. അപ്പോ ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമാക്കിയത് 75-ലും അതിനെ ദേശീയോദ്യാനമാക്കിയത് 78-ലും.
1975 വന്യജീവി സങ്കേതം, 1978 ദേശീയോദ്യാനം. എന്താണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം? നീലഗിരി ട്രാഗസ്, നീലഗിരി ട്രാഗസ്, ഹൈലോക്രിയസ്, ഹൈലോക്രിയസ്, നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്, നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. ഒന്നും തിരിയണില്ല. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്, ഹൈലോക്രിയസ്, ഹൈലോക്രിയസ്. എവിടുത്തെ സംസ്ഥാന മൃഗമാണ്? തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ, നമ്മൾ പറഞ്ഞില്ലേ മൂന്നാറിലാണെന്ന്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. ഏതാണ്? രാജമല. ഏതാണ്? രാജമല ദേശീയോദ്യാനം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗവും ഏതാണ്? വരയാടാണ്. നമ്മൾ മൂന്നാറിലൊക്കെ ടൂർ പോകുന്ന സമയത്ത് അങ്ങ് മണ്ടേ പോയി വരയാടിനെ കാണാൻ പോകും. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ മൂന്നാറിലെ ഫസ്റ്റ് ഒരു ദിവസത്തിന്റെ ആദ്യത്തെ ട്രിപ്പിലൊക്കെ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഈ ആൾക്കാരുടെ സൗണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇറങ്ങൂലെന്നാണ് പറയുന്നത്. അപ്പൊ മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. അപ്പൊ നമ്മൾ ഇരവികുളത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇരവികുളത്തിനെ കുറിച്ച് പഠിക്കാൻ. ഇരവികുളത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയാനുള്ള പോയിന്റ് ആണ്, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇത് അക്കോർഡിംഗ് ടു PSC. ഇത് ആദ്യം ഒരു പാർക്കായിരുന്നു. ഈ പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1975-ലും, എന്നാൽ അതിനെ ദേശീയോദ്യാനമാക്കിയത് 1978-ലാണ്. ഇത് ഇടുക്കി ജില്ലയിലാണ്, ദേവികുളം താലൂക്കിലാണ്, മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി 2695, അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു. പിന്നെ ഈ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാടെന്ന് പറഞ്ഞു. ഈ വരയാട് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗമാണെന്നും പറഞ്ഞു. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. ഈ വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. 97 ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ്? ഇരവികുളമാണ്. ഈ ഇരവികുളത്തിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്, രാജമല. ഈ രാജമലയുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വരയാട്. കിട്ടിയോ? ഇരവികുളം കിട്ടിയോ? ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ആളെയാണ് സൈലന്റ് വാലി. ഏതാണ്? സൈലന്റ് വാലി. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കാണാനില്ല. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. എന്തുകൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേര് കിട്ടിയത്? ചീവിടുകൾ ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലി എന്ന പേര് സൈലന്റ് വാലിക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഇവിടെ ചീവിടുകളില്ല, അതുകൊണ്ടാണ് ഇതിന് സൈലന്റ് വാലി എന്ന പേര് കിട്ടിയത്. ഇനി 1984 എന്നാണ് 1984 ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. അപ്പൊ നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനം 78-ഉം സൈലന്റ് വാലി ദേശീയോദ്യാനം 84-ഉം. എന്നാൽ 85 സെപ്റ്റംബർ 7-ന് സൈലന്റ് വാലി ദേശീയോദ്യാനം ആര് ഉദ്ഘാടനം ചെയ്തു? രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. 84-ലെ ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 85 സെപ്റ്റംബർ 7-ന് രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനമാണ്. കേരളത്തിലെ
ഏക ഏറ്റവും വലിയ മഴക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ഏത്? സൈലന്റ് വാലി. മഹാഭാരതത്തിൽ ഈ പ്രദേശം സൈലന്ത്രി വനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോ മഹാഭാരതത്തിലൊക്കെ ഉള്ള ആളാണ് കേട്ടോ. മഹാഭാരതത്തില് സൈലന്ത്രി വനം എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? സൈലന്റ് വാലിയാണ്. അപ്പോ മഹാഭാരതത്തിൽ സൈലന്ത്രി വനം എന്നറിയപ്പെട്ടിരുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയുടെ 9.8 കിലോമീറ്റർ ഭാഗം എന്താണ്? എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. സൈലന്റ് വാലിയുടെ എത്രയാണ്? 9.8 കിലോമീറ്റർ പ്രദേശം. 9.8 കിലോമീറ്റർ പ്രദേശത്തിന് എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് കേന്ദ്ര സർക്കാരാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ സൈലന്റ് വാലിയുടെ 9.8 കിലോമീറ്റർ ഭാഗത്തെ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതൊന്ന് പറയാം, എന്നിട്ട് ബാക്കി പറയാം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് സൈലന്റ് വാലി എന്ന പേര് കിട്ടിയത്. ഇനി 1984 ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. എന്നാൽ അത് ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. പിന്നെ പറഞ്ഞു സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാട് താലൂക്കിലാണ്. കേരളത്തിലെ ഏക കന്യാവനം. കേരളത്തിലെ ഏക കന്യാവനം. ഏറ്റവും വലിയ മഴക്കാട്. മഹാഭാരതത്തിൽ അറിയപ്പെടുന്ന പേരാണ് സൈലന്ത്രി വനം. പിന്നെ നമ്മുടെ സൈലന്റ് വാലിയുടെ ഒരു 9.8 കിലോമീറ്റർ പ്രദേശത്തെ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് ആര് പ്രഖ്യാപിച്ചു? കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? സൈലന്റ് വാലിയാണ്. നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി 1914 നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്ന സമയം. 1914 സൈലന്റ് വാലിയെ ഒരു റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത് കേട്ടോ. 1914 സൈലന്റ് വാലിയെ ഒരു റിസർവ് വനമായി പ്രഖ്യാപിച്ചത്. 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. സൈലന്റ് വാലി എന്ന പേര് കൊടുത്ത ഒരു ബ്രിട്ടീഷുകാരനുണ്ട്. ആരാണ് അയാൾ? റോബർട്ട് റൈറ്റ്. ആരാണ്? റോബർട്ട് റൈറ്റ്. അപ്പൊ സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ്. കറക്റ്റ്, റൈറ്റ് ആയിട്ടുള്ള പേര് അങ്ങേര് കൊടുത്തേട്ടാ. അപ്പൊ സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? റോബർട്ട് റൈറ്റ്. റോബർട്ട് റൈറ്റ്. എടാ, ഇവിടെ വംശനാശം സംഭവിക്കുന്ന ഒരു കുരങ്ങിനെ കാണപ്പെടുന്നുണ്ട്. ആരാണത്? സിംഹവാലൻ കുരങ്ങുകളാണ്. അപ്പൊ വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഞാൻ കേട്ട് സൈലന്റ് വാലി. കേൾക്കാത്ത പോലെ ഇരിക്കാം. സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം പറയൂ. മക്കാക്ക സിലനസ്. മക്കാക്ക സിലനസ്. മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങിന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കാണപ്പെടുന്നത് ഏതാണ്? സൈലന്റ് വാലിയിലാണ്. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങുകളുടെ ഇഷ്ടഭക്ഷണമായ സാധനം അവിടെ ഉണ്ട്. വെടിച്ചക്ക. വെടിച്ചക്ക എന്താണ്? വെടിച്ചക്ക. വെടിച്ചക്ക സിംഹവാലൻ കുരങ്ങുകളുടെ ഇഷ്ടഭക്ഷണമാണ് വെടിച്ചക്ക. വെടിപ്ലാവിന്റെ ശാസ്ത്രനാമം എന്താണ്? വെടിപ്ലാവ്. വെടിപ്ലാവ് അറിയാമോ? ഇത് അറിയാം, പക്ഷെ ഇത് വായിക്കണം എങ്ങനെ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നീ വായിച്ചാണ്? കുല്ലേനിയ. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയാണ് വായിക്കണം. എക്സൈർലാറ്റ അങ്ങനെയാണ് ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ. അപ്പൊ എന്താണ്? കുല്ലേനിയ എക്സൈർലാറ്റ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ഒരു പേരാണ്. പക്ഷെ ആക്ച്വലി അതിന്റെ പ്രൊനൗൺസിയേഷൻ വേറെ ആയിരിക്കും. എനിക്കറിയാം, പക്ഷെ ഇത് ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ എന്താണ്? കുല്ലേനിയ എക്സൈർലേറ്റ. കുല്ലേനിയ എക്സൈർലേറ്റ. എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. കുല്ലേനിയ എക്സൈർലേറ്റ. അപ്പൊ സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. അപ്പൊ ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. അപ്പൊ കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. ഇതിനെ ഒരു റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷമാണ് 1914. സൈലന്റ് വാലി എന്ന പേര് കൊടുത്ത ആളാണ് റോബർട്ട് റൈറ്റ്. വംശനാശം സംഭവിക്കുന്ന ആരിവിടെ ഉണ്ട്? സിംഹവാലൻ കുരങ്ങുണ്ട്. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക്ക സിലനസ്. ഇതിന്റെ ഇഷ്ടഭക്ഷണം എന്താണ്? വെടിച്ചക്ക. ഇനി വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കുല്ലേനിയ എക്സൈർലാറ്റ. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. തൂതപ്പുഴ.
കേരളത്തിലെ മലിനീകരണവും ഏറ്റവും കുറഞ്ഞ നദിയാണ് ഏത്? ഈ കുന്തിപ്പുഴ. കുന്തിപ്പുഴയുടെ പ്രത്യേകത എന്താണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഇതിനെന്താണ്? മലിനീകരണം കുറവാണ്. മലിനീകരണം കുറഞ്ഞ കേരളത്തിലെ നദിയാണ് കുന്തിപ്പുഴ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് ഏത്? നദിയല്ല, വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ്. ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. ഇനി ഈ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഈ സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഒരു ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളരും മടുകർ. ആരൊക്കെയാണ്? ഇരുളരും മടുകർ. ഇരുളർ മടുകർ. ഇരുളർ മടുകർ ആരാണവർ? കാണപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളരും മടുകർ. അല്ലടാ, മുടുകർ. ഇരുളരും മുടുകറും. ഇരുളറും എനിക്കൊന്നും തിരിയല്ല. ഇരുളർ മുടുകർ. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന പക്ഷികളാണ് ഗ്രേ ഹൈഡഡ് പക്ഷികൾ. കേട്ടോ, ഗ്രേ ഹെഡഡ് പക്ഷികൾ. കേട്ടോ, ഗ്രേ ഹെഡഡ് പക്ഷികൾ എവിടെ കണ്ടുവരുന്നു? സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന പക്ഷികളാണ് ഗ്രേ ഹെഡഡ് പക്ഷികൾ. കുന്തിപ്പുഴയിൽ തുടങ്ങാനിരിക്കുന്നതും പിന്നീട് റദ്ദാക്കിയതുമായ ജലവൈദ്യുത പദ്ധതിയാണ് പാത്രക്കടവ്. കുന്തിപ്പുഴയിൽ തുടങ്ങാനിരുന്നതും പിന്നീട് അതിനെ എന്ത് ചെയ്തു? റദ്ദാക്കിയതുമായ ജലവൈദ്യുത പദ്ധതിയാണ് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി. ഈ സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുർത്തി. ഈ സൈലന്റ് വാലിയോടൊപ്പം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് ഏത്? മുക്കുർത്തി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ബാക്കി എല്ലാം എവിടെയാണുള്ളത്? ഇടുക്കിയിലാണ്. അപ്പൊ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? കേരളത്തിലെ മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന രണ്ട് ഗോത്ര വിഭാഗങ്ങളെ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഇരുളരും മുടുകരും. ഈ സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഒരു പക്ഷികളാണ് ഗ്രേ ഹെഡഡ് പക്ഷികൾ. കുന്തിപ്പുഴയിൽ തുടങ്ങാനിരുന്നതും പിന്നീട് റദ്ദാക്കിയതുമായ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി. സൈലന്റ് വാലി ഉത്ഭവിക്കുന്ന ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ നീലഗിരി. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലുള്ള ഒരു ദേശീയോദ്യാനമാണ് മുക്കുർത്തി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലിയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെ പഠിച്ചു? കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. പേര് കിട്ടാൻ കാരണം എന്താണ്? ചീവിടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്, അസാന്നിധ്യം കൊണ്ടാണ് എന്താണ് സൈലന്റ് വാലി എന്ന പേര് കിട്ടിയത്. ഇനി 1984 ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. അതിന് ഉദ്ഘാടനം ചെയ്യാൻ ഉണ്ടായില്ല. 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ്. കേരളത്തിലെ ഏക കന്യാവനം, ഏറ്റവും വലിയ മഴക്കാട്. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് അറിയപ്പെടുന്നു. സൈലന്റ് വാലിയുടെ ഒരു 9.8 കിലോമീറ്റർ പ്രദേശത്തെ ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. 1914 സൈലന്റ് വാലിയെ എന്തായി പ്രഖ്യാപിച്ചു? റിസർവ് വനമായി പ്രഖ്യാപിച്ചു. സൈലന്റ് വാലി എന്ന പേര് കൊടുത്ത ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ്. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നുണ്ട്. ഈ സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. ഇത് എന്തിനാണ് ഭക്ഷിക്കുന്നത്? വെടിച്ചക്ക. ഇനി വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ് കുല്ലേനിയ എക്സാരിലാറ്റ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. ഏറ്റവും മലിനീകരണം കുറഞ്ഞ കേരളത്തിലെ നദി കുന്തിപ്പുഴ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ളതാണ് സൈലന്റ് വാലി. യുനെസ്കോയുടെ അല്ല, എനിക്ക് നേരത്തെ ഒരു ഡൗട്ട് ആണ്, പിന്നെ ഞാൻ മിണ്ടാത്തത്.
യുനെസ്കോയുടെ അതിനടുത്ത് ഇന്നാളെ ഒരു കാര്യം പറഞ്ഞു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന 2 ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളരും മുടുകരും. ഇവിടെ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് ഗ്രേ ഹെഡഡ് പക്ഷി. കുന്തിപ്പുഴയിൽ തുടങ്ങാനിരുന്നതും പിന്നീട് ക്യാൻസൽ ചെയ്തതുമായ പദ്ധതിയാണ് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുർത്തി. കിട്ടിയോ? ഇത് 2 പോയിന്റ് കൂടി പഠിച്ചു വെച്ചോളണം. ഇതിനെ ഒരു ബഫർ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സൈലന്റ് വാലി. എന്നാണെന്നറിയാവോ? 2007 കേട്ടോ. അപ്പൊ 2007 സൈലന്റ് വാലി എന്തായി പ്രഖ്യാപിച്ചു? ബഫർ സോണായി പ്രഖ്യാപിച്ചു. 2007 സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചു. 2009 സൈലന്റ് വാലി സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത്. അപ്പൊ 2007 ബഫർ സോണായി പ്രഖ്യാപിച്ചു. 2009 എന്ത് ചെയ്തു? സൈലന്റ് വാലി സ്റ്റാമ്പ് പുറത്തിറക്കി. അപ്പൊ 2007 ബഫർ സോണായി പ്രഖ്യാപിച്ചു. 2009 സൈലന്റ് വാലി സ്റ്റാമ്പ് പുറത്തിറങ്ങി. ഓക്കെ, അപ്പൊ 2 എണ്ണം പഠിച്ചു. ഇനി മൂന്നാമത്തത് ഏതാണ്? ആനമുടി ചോല. ഇനി പഠിക്കാൻ പോകുന്ന 3 എണ്ണം ചോലകളാണ്. ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. അപ്പൊ ആനമുടി ചോല ഏത് വർഷമാണ്? 2003. മതികെട്ടാൻ ചോല ഏത് വർഷമാണ്? 2003. പാമ്പാടും ചോല 2003. ഇനി പഠിക്കാൻ പോകുന്ന 3 എണ്ണം 2003. അപ്പൊ നമ്മൾ ആദ്യം ആനമുടി ചോലയെ കുറിച്ച് പഠിക്കാം. 2003 കേട്ടോ. ഈ ആനമുടി ചോലയുടെ വിസ്തീർണം 7.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 7.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. 7.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2003 നിലവിൽ വന്നത്. ഏത് ജില്ലയിലാണ്? ഇടുക്കിയിൽ. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ദേശീയോദ്യാനേ ഉള്ളൂ. സൈലന്റ് വാലി. അപ്പൊ ബാക്കി 4 എവിടെയാണ്? ഇടുക്കിയിലാണ്. അപ്പൊ ആനമുടി ചോലയുടെ വിസ്തീർണം 7.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2003 നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിലാണ്. ഇത് നോക്കിയോ, പണ്ട് ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രീഫേൺ പന്നൽ ചെടി കണ്ടുവരുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് കേട്ടോ. എന്താണ് ട്രീഫേൺ? ഫലത്തിന്റെ ട്രീഫേൺ ട്രീഫേൺ പന്നൽ ചെടി. അപ്പൊ ഏത് കാലത്ത്? പണ്ടുള്ളതാണ്. ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രീഫേൺ പന്നൽ ചെടി കണ്ടുവരുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആനമുടി ചോലയാണ്. ഈ ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 റിസർവ് ഫോറസ്റ്റുകളാണ് ഇടിവരച്ചോല റിസർവ്. ഒന്നേതാണ്? ഇടിവരച്ചോല റിസർവ്, പുല്ലാരടി ചോല റിസർവ്. ഏതൊക്കെയാണ്? ഇടിവരച്ചോല റിസർവ്, പുല്ലാരടി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. പുല്ലാരവടി, മന്നവൻ ചോല. അപ്പോ നമ്മുടെ ഈ എന്താണ് ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ്. ഒന്ന് ഇടിവരച്ചോല. എന്താണ്? ഇടിവരച്ചോല. രണ്ടാമത്തെ എന്താണ്? പുല്ലാരടി ചോല. ഇടിവരച്ചോല, പുല്ലാരടി ചോല, മന്നവൻ ചോല. ഇടിവരച്ചോല, പുല്ലാരടി ചോല, മന്നവൻ ചോല. പുല്ലാരടി പള്ളല്ല, പുല്ലാരടി. അപ്പൊ ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് വനങ്ങളാണ്. ഒന്ന് ഇടിവരച്ചോല, പുല്ലാരടി ചോല, മന്നവൻ ചോല. ഇടിവരച്ചോല, പുല്ലാരടി ചോല, മന്നവൻ ചോല. ഈ ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. എവിടെയാണ്? ആനമുടി ചോല ദേശീയോദ്യാനത്തിലാണ്. അപ്പൊ ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ഇത്ര ഉണ്ട് കേട്ടോ. അപ്പൊ ആനമുടി ചോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 2003 നിലവിൽ വന്നത്. 7.5 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രീഫേൺ പന്നൽ ചെടി കാണപ്പെടുന്നത് ആനമുടി ചോലയിലാണ്. ഈ ആനമുടി ചോല ദേശീയോദ്യാനം 3 ചോല റിസർവ് ഫോറസ്റ്റുകളോട് ചേർന്നതാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇടിവരച്ചോല, പുല്ലാരടി ചോല, മന്നവൻ ചോല. ഈ ആനമുടി ചോല റിസർവ് ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ഓക്കെ അല്ലേ? അപ്പൊ 3 എണ്ണം പഠിച്ചു. ആദ്യം പഠിച്ച ഏതാണ്? ഇരവികുളം. വർഷം? ഇരവികുളം 1975. രണ്ടാമത് പഠിച്ചത് സൈലന്റ് വാലി. പ്രഖ്യാപിച്ചത് 84. പ്രഖ്യാപിച്ചു. ഉദ്ഘാടനം ചെയ്തത്
85. അടുത്ത് എന്തിന് നീ അടുത്തത് ആനപിടിച്ചോല 3-ാമത്തത് വർഷം 2003. അടുത്ത മതികെട്ടാൻ ചോല വർഷം 2003. എടാ മതികെട്ടാൻ ചോലയുടെ വിസ്തീർണം 12.82. എത്രയാണ്? 12.82 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പൊ ആനമുടി ചോലയുടേതാണെങ്കിലോ 7.5 ആണ്. എന്നാൽ മതികെട്ടാൻ ചോലയുടേതാണ് 12.82 ചതുരശ്ര കിലോമീറ്റർ ആണ് മതികെട്ടാൻ ചോലയുടെ വിസ്തീർണം. 2003 നിലവിൽ വരുന്നത്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഉടുമ്പൻചോല താലൂക്കിലാണ് കേട്ടോ. ഏത് താലൂക്കിലാണ്? ഉടുമ്പൻചോല താലൂക്കിലാണ്. അപ്പൊ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്നത്. ഉടുമ്പൻചോല താലൂക്കിലാണ് മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്നത്. 1897 പണ്ട് 1897 പ്രത്യേകത 1897 ഒരു പ്രത്യേകത കുറെ അല്ല, മെയിൻ ഉള്ള INC ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയേ ഉള്ളൂ. അമരാവതി പ്രത്യേകത. മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷനായ സമ്മേളനം. ആ വർഷം അന്ന് ആ മഹാപ്രസിദ്ധ സംഭവം നടന്ന വർഷം 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് ഈ മതികെട്ടാൻ ചോല പ്രദേശം. അന്നിത് ദേശീയോദ്യാനമൊന്നും അല്ല, ജസ്റ്റ് ഒരു പ്രദേശമായിരുന്നു. അതിനെ 1897 നമ്മുടെ തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ചു. റിസർവ് വുഡ്ലാൻഡായി 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ഈ മതികെട്ടാൻ ചോല എന്ന് പറയുന്നത്. അപ്പോൾ മതികെട്ടാൻ ചോലയുടെ വിസ്തൃതിയാണ് 12.82 ചതുരശ്ര കിലോമീറ്റർ. 2003 നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിലാണ്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ഉടുമ്പൻചോലയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പണ്ട് 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമായിരുന്നു ഈ മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോലയിലെ ഈ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തിനെ വിളിക്കുന്ന പേരാണ് കാട്ടുമല. ഏതാണ്? കാട്ടുമല. മതികെട്ടാൻ ചോലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. മതികെട്ടാൻ ചോലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. ഈ മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുണ്ട് കേട്ടോ. ഒന്ന് ഉച്ചിൽ കുഞ്ഞിപ്പുഴ. ഏതാണ്? ഉച്ചിൽ കുത്തിപ്പുഴ. കുഞ്ഞല്ല കുത്തി. ഉച്ചിൽ കുത്തിപ്പുഴ. ഏതാണ്? ഉച്ചിൽ കുത്തിപ്പുഴ. മതികെട്ടാൻ പുഴ. ഏതൊക്കെയാണ്? ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഞണ്ടല്ല ഞാണ്ടാർ. ഞാണ്ടാർ പന്നിയാറിന്റെ ഒരു പോഷക നദിയാണ് ഞാണ്ടാർ കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ഈ മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ? ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. അപ്പൊ നമ്മൾ കഴിഞ്ഞു. മതികെട്ടാൻ ചോല ദേശീയോദ്യാനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിന്റെ വിസ്തൃതിയാണ് 12.82 ചതുരശ്ര കിലോമീറ്റർ. 2003 നിലവിൽ വന്നത്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഏത് താലൂക്കിലാണ്? ഉടുമ്പൻചോല താലൂക്കിലാണ്. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല. ഈ മതികെട്ടാൻ ചോലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ പന്നിയാറിന്റെ പോഷക നദിയാണ്. ഇനി അവസാനത്തെ ദേശീയോദ്യാനമാണ് ഏത്? പാമ്പാടും ചോല. എടാ പാമ്പാടും ചോലയുടെ വിസ്തൃതി പറയാൻ പോലും ഇല്ല. 1.32 ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 1.32 ചതുരശ്ര കിലോമീറ്റർ. അതുകൊണ്ട് തന്നെ PSC സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. പാമ്പിന്റെ നീളം ഓർത്താൽ മതി കേട്ടോ. 1.32 ചതുരശ്ര കിലോമീറ്റർ ഒന്നും ഇല്ല. 1.32 ചതുരശ്ര കിലോമീറ്റർ ആണ് പാമ്പാടും ചോലയുടെ വിസ്തൃതി. ദേവികുളം താലൂക്കിലാണ് കേട്ടോ. എവിടെയാണ്? ദേവികുളം താലൂക്കിലാണ്. ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാമ്പാടും പാറ സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് അല്ല, ഉടുമ്പൻചോല. ഉടുമ്പൻചോലയിൽ നമ്മൾ വേറൊരു പ്രത്യേകത പറഞ്ഞല്ലോ. ഉടുമ്പൻചോലയിലാണ് മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോലയാണ്. ഈ ഉടുമ്പൻചോലയിലാണ് പാമ്പാടും പാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പാമ്പാടും പാറ എന്ന് കേട്ടോണ്ട് എഴുതി വെക്കരുത്. പാമ്പാടും പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉടുമ്പൻചോലയിലാണ് കേട്ടോ. ഉടുമ്പൻചോല സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് വട്ടവട. എവിടെയാണ്? വട്ടവട പഞ്ചായത്തിലാണ് പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്നത്. പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വട്ടവട പഞ്ചായത്തിലാണ് പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്നത്. വട്ടവട പഞ്ചായത്ത്.
2003 നിലവിൽ വന്നത്. എന്നാണ് നിലവിൽ വന്നത് 2003. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. അപ്പൊ നമ്മൾ കഴിഞ്ഞോട്ടോ, പാമ്പാടും ചോലയെ കുറിച്ചാണ് പഠിച്ചത്. പാമ്പാടും ചോലയുടെ വിസ്തൃതി എത്രയാണ്? 1.32 ചതുരശ്ര കിലോമീറ്റർ ആണ്. പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ദേവികുളം, പഞ്ചായത്താണ് വട്ടവട. പിന്നെ പാമ്പാടും പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉടുമ്പൻ ചോലയിലാണ്. 2003 പാമ്പാടും ചോല നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. കഴിഞ്ഞു. നമ്മൾ 5 പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പാടായിട്ട് ഇച്ചിരിയെങ്കിലും ഇരവികുളവും സൈലന്റ് വാലിയാണ് കുറച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് കിട്ടുന്ന പേരുകൾ തന്നെയാണ്. നമുക്കൊന്ന് വർഷങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഇരവികുളമാണ് ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനം. വർഷം 1975. രണ്ടാമത്തത് ഏതാണ്? 75. അത് നാഷണൽ പാർക്കായിരുന്നു, വന്യജീവി സങ്കേതമായിരുന്നു. പിന്നെ നാഷണൽ പാർക്ക് ആയത് 78. ഇനി സൈലന്റ് വാലി ആണെങ്കിൽ 84 സൈലന്റ് വാലി പ്രഖ്യാപിച്ചു, ഉദ്ഘാടനം ചെയ്ത് 85. ഇനി ആനമുടി ചോലയും പാമ്പാടും ചോലയും മതികെട്ടാൻ ചോലയും 2003. അതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാടും ചോലയാണ്. ആനമുടി ചോലയ്ക്ക് 7.5 ചതുരശ്ര കിലോമീറ്ററും മതികെട്ടാൻ ചോലയ്ക്ക് 12.82 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. പാമ്പാടും ചോലയ്ക്ക് 1.32. 1.32. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ആദ്യത്തെ ഇരവികുളത്തിന്റെ വിസ്തീർണം കൂടി പറഞ്ഞിട്ടുണ്ട്. 97 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇരവികുളത്തിന്റെ വിസ്തീർണം. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിച്ചെടുക്കുക. പിന്നെ ലൈക്കും കമന്റും മറക്കരുത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയിൽ ഒരു ടോപ്പിക്കായിട്ട് കാണാം.